ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും ബിജുചേട്ടന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അങ്ങോട്ടെല്ലാം കളറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, സ്വാഭാവികമായിട്ടും ഓണമാണെങ്കിൽ പോലും വാർത്തകൾക്ക് യാതൊരുവിധ കുറവുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് ഓണം ഒരു സൈഡിലൂടെ ഉണ്ട്, അതിനെക്കാട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വാർത്തകളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ലോകത്തേക്ക് ഇരിക്കുകയാണ്. ബിജുചേട്ടാ, നമ്മൾ പറയാൻ പോകുന്നത് കിരാണ കുന്നുകളെ കുറിച്ചാണ്. ഈ കിരാണ കുന്നുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ അവിടെ മിസൈൽ ബ്രഹ്മോസ് ഇട്ട വാർത്തയാണ്. ഈ ബ്രഹ്മോസ് ഇട്ട വാർത്ത ആദ്യം ഓൺലൈൻ മാധ്യമങ്ങളാണ് ബ്രേക്ക് ചെയ്യുന്നത്. നമ്മുടെ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല. അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ലൈവിൽ ഇരിക്കുകയായിരുന്നു. ആ ലൈവിലൂടെ നമ്മൾ വിളിച്ചു പറയുന്നുണ്ട് കിരാണ കുന്നുകളിൽ ഇന്ത്യ ബ്രഹ്മോസ് ഇടുന്നുണ്ട്, ബ്രഹ്മോസ് ഇട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഓൺലൈൻ മാധ്യമങ്ങൾ അത് പറയുമ്പോഴും സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിനുശേഷം ഈ നമ്മുടെ നമ്മുടെ ഈ അധികൃതർ അതിന്റെ കൺഫർമേഷൻ തരണമല്ലോ. അതുകൊണ്ട് AK ഭാരതി നമ്മുടെ വ്യോമസേനയുടെ തലവനോട് അന്ന് പത്രമാധ്യമങ്ങൾ ചോദിച്ചു, ഈ കിരാണ കുന്നുകളിൽ ഇങ്ങനെ ബ്രഹ്മോസ് ഇട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ടല്ലോ, എന്താണ് അതിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ചിരി ചിരിച്ചു. ആ ചിരി അന്ന് വളരെയധികം വൈറലായിരുന്നു. ഞാൻ വേണമെങ്കിൽ ആ വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം. Thank you for telling us that Kirana Hill houses some nuclear installation. We did not know about it. We've not hit Kirana Hills, whatever is there. ഇത് അന്നത്തെ ഓപ്പറേഷൻ സിന്ധുവിനുള്ള വിഷ്വൽസ് ആണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതിന് നന്ദി, കിരാണ കുന്നുകളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ മുൻ CDS ഇതിലൊരു വ്യക്തത തന്നിട്ടുണ്ട്. എന്താണ് ആ സംഭവം? ഈ കിരാണ കുന്നുകളിൽ അന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ത്യക്ക് അതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? പങ്കുണ്ടെങ്കിൽ അത് എന്താണ്? പങ്കില്ലെങ്കിൽ കിരാന കുന്നുകളിൽ ഇതെങ്ങനെ സംഭവിച്ചു? ഇതാണ് ഇത് ചോദ്യം. ഈ കിരാണക്കുന്നില് ഇത് ചെയ്ത ഓൺലൈൻ മീഡിയാസ് തന്നെയായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. നമ്മൾ ലൈവിൽ ഇരിക്കുമ്പോഴാണ് നമ്മളത് കൊടുത്തിരുന്നത്. കാരണം അങ്ങനത്തെ പക്ഷെ അന്നേരം വേറൊരു കാര്യം ഉണ്ടായിരുന്നു. എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്ന റിപ്പോർട്ടുകളായിരുന്നു ലൈവിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പല റിപ്പോർട്ടുകൾ ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് വരുന്ന റിപ്പോർട്ടുണ്ട്, ഉള്ളതാണോ കള്ളമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാനൊന്നും കഴിയുകയൊന്നുമില്ല. എപ്പോഴും ഇങ്ങനത്തുള്ള വാർത്തകൾ സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പാകിസ്ഥാന്റെ ഒഫീഷ്യലി അവര് പറയണം, ഒരു സ്റ്റേറ്റ്മെന്റ് വരണം, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ വരണം. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഈ ഉദ്യോഗസ്ഥന്മാര്, നമ്മുടെ സൈന്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് റിട്ടയർഡ് ആകുകയാണെങ്കിൽ അവരൊരിക്കൽ ആത്മകഥ എഴുതും. ഇപ്പൊ ആത്മകഥ ഇല്ല, പകരം ഈ പോഡ്കാസ്റ്റിംഗിലേക്ക് മാറി, സോഷ്യൽ മീഡിയ വന്നപ്പോൾ. അങ്ങനെ വരുമ്പോ ഞാനത് പറഞ്ഞ് ഇപ്പോഴും ഓർക്കുന്നു, അങ്ങനെ വരുമ്പോ അവരൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ പറയുമായിരിക്കും. അപ്പൊ മാത്രമേ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയൂ. ഇപ്പോഴിതാ വിരമിച്ച നമ്മുടെ മുൻ സൈന്യ മേധാവി അനിൽ ചൗഹാൻ, അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ ദിവസം ഓർത്തു വെച്ചിട്ടാണ് പറയുന്നത്. വളരെ വിസ്തരിച്ചാണ് അദ്ദേഹം അത് പറയുന്നത്. ഞാൻ ആ ദിവസത്തെക്കുറിച്ച്, ആ ദിവസത്തിൽ ഈ കിരാണ കുന്നിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നതും എങ്ങനെയാണ് അവിടെ ആക്രമണം നടന്നതും എന്നുള്ളതിന്റെ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു സംക്ഷിപ്ത രൂപം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ പറയുകയാണ്. ശരിക്കും പറഞ്ഞാല് ഈ അനിൽ ചൗഹാൻ ഉത്തരവ് അല്ലെങ്കിൽ ആ തീരുമാനമെടുത്തത്, അദ്ദേഹത്തിന്റെ നേതൃത്വമുള്ള ഒരു ടീം തീരുമാനമെടുത്തത് ഈ POK പാക് അധിനിവേശ കാശ്മീർ, ഗിൽജിത്തും ബാൾട്ടിസ്ഥാനിലുമുള്ള സ്കാർഡു എന്ന് പറയുന്നിടത്ത് ഈ പാകിസ്ഥാന്റെ വലിയ വ്യോമത്താവളമുണ്ട്. സ്കാർഡുവിൽ ആക്രമണം നടത്താനായിട്ട് തീരുമാനിക്കുന്നു. സ്കാർഡുവിൽ ആക്രമണം നടത്താൻ തീരുമാനിക്കുമ്പോഴേക്കും അവിടുത്തെ കാലാവസ്ഥ മൂലം അതിന് കഴിയുന്നില്ല. ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് മാറി മറിയുന്ന കാര്യങ്ങളാണ്. കാലാവസ്ഥ വരുന്നു, നിമിഷ നേരം കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴേക്കും അടുത്ത ഓപ്ഷൻ, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സൈനിക മേധാവി പറഞ്ഞത്, ഞങ്ങൾ ഇനി തകർക്കാനുള്ള സ്ഥലങ്ങളുടെ പട്ടിക തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇനി അടുത്തത് വരുമ്പോൾ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, സൈന്യം ഒരു പട്ടിക തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ആദ്യത്തെ പ്ലാൻ A എന്ന് പറഞ്ഞാൽ ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലുള്ള സ്കാർഡു ആയിരുന്നു. സ്കാർഡുവിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം അത് നടന്നില്ല. പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നു, നമുക്ക് സർഗോദയ അറ്റാക്ക് ചെയ്താലോ എന്ന് ചോദിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞു, സർഗോദയ മാത്രം നോക്കിയാൽ പോരാ, അതിനടുത്ത് 2 ഓപ്ഷൻ കൂടെ നോക്കണം, 2 ലക്ഷ്യങ്ങളോട് നോക്കണമെന്ന് ഇദ്ദേഹം പറയുന്നു. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇനി ഈ കാലാവസ്ഥയോ മറ്റെന്തെങ്കിലും ഒന്ന് സർഗോദയം നടത്താൻ പറ്റിയില്ലെങ്കിൽ മറ്റ് 2 കൂടെ നോക്കി വെക്കൂ എന്ന് പറയുന്നു. അതിനുശേഷം ഈ സ്കാർഡുവില് ആക്രമണം നടത്താനിരുന്ന ആ ഒരു ടീം, അതായത് ഗാന്ധിനഗർ സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ്, ആ ഗ്രൂപ്പ് ബോലാരിയിൽ ഒരു വലിയ ആക്രമണം നടത്തി. ഈ ബോലാരിയിലാണ് ഈ അമേരിക്കൻ വിമാനങ്ങളടക്കമുള്ള ഹാങ്ങറുകൾ വ്യോമത്താവളത്തിന്റെ
ഹാങ്ങറുകൾ അടിച്ചു കളഞ്ഞ വാർത്ത വരുന്നത്. ഇവര് അവിടെ നടത്താനിരുന്നവര് ബോലാലിൽ പോയി അടിച്ചു, അവിടെ ഹാങ്ങർ തകർത്തു. ഈ മറ്റേ രണ്ടാമത്തെ സർഗോദയിൽ അടിച്ചു. അതിനോടൊപ്പം തന്നെ ചില ഡ്രോണുകൾ വിക്ഷേപിച്ചിരുന്നു. നമ്മൾ പറയുന്നത്, അദ്ദേഹം പറയുന്നത്, അനിൽ ചൗഹാൻ പറയുന്നത്, നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ ഹാരപ്പോ ഡ്രോണുകൾ വിന്യസിച്ചിരുന്നു. ഹാരപ്പോ മാത്രമല്ല മറ്റു ഡ്രോണുകളും വിന്യസിച്ചിരുന്നു. അത് നിരീക്ഷണത്തിനായി സാധാരണ ചെയ്യുന്നതാണ്. ഇതിന്റെ ആയുസ് 2 മണിക്കൂറേ ഉള്ളൂ. 2 മണിക്കൂർ കഴിഞ്ഞ് ഇതിന്റെ ഇന്ധനം തീരും. ഇന്ധനം തീർന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് താഴെ പോകും. അപ്പൊ ഞങ്ങള് അവിടൊക്കെ, അതായത് ഈ സർഗോദയ വ്യോമത്താവളത്തിന്റെ ആ ഭാഗത്തുനിന്ന് മറ്റെവിടെങ്കിലുമൊക്കെ ഇവരുടെ റഡാറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പറയുന്ന ഡ്രോണുകൾ അയച്ചത്. പക്ഷെ ആ ഡ്രോണുകൾ ഇന്ധനം തീർന്നത് കൊണ്ടായിരിക്കാം കൃത്യമായി തന്നെ കിരാണ കുന്നുകളിൽ വന്ന് പതിക്കുകയും സ്ഫോടനം സംഭവിക്കുകയും ചെയ്തു. അല്ലാതെ മനഃപൂർവ്വം അവരുടെ ഈ ആണവ കേന്ദ്രത്തിനോ ഇല്ലെങ്കിൽ അങ്ങനെ അടിച്ചതല്ല. അങ്ങനെ അല്ല എന്നല്ലേ പറയാൻ പറ്റൂ. അത് അത്രേ പറയാൻ പറ്റൂ. കാരണം ആണവ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് വാർ ക്രൈമാണ്. അത് പറയാൻ പറ്റില്ല. അത് ഇപ്പൊ നമുക്കിപ്പോ മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായല്ലോ. അദ്ദേഹം പറഞ്ഞത് പറ്റിപ്പോയി. കാരണം അത് നിരീക്ഷണത്തിനിടയ്ക്ക് തകർന്നു വീണത് അബദ്ധവശാൽ നിങ്ങളുടെ ആണവ ഇതിലേക്കായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ NDTV ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ വാർത്ത മുമ്പ് ബ്രേക്ക് ചെയ്തിരുന്നു. അവര് അതിന്റെ ഒരു ഉപഗ്രഹ ചിത്രമടക്കം ഈ സർഗോദയുടെയും കൊടുത്തിരുന്നു, ഈ ഹിരാണ ഹിൽസിന്റെയും കൊടുത്തിരുന്നു. അങ്ങനെയാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പിന്നീട് പറഞ്ഞത് ഇവരുടെ ഈ ഗേറ്റിലാണ്, അതായത് ഇവർക്ക് ഈ ആണവ ആയുധങ്ങൾ എയർപോർട്ടിലേക്ക് എത്തിക്കേണ്ട ആ ഒരു ഗേറ്റ്, ആ ഒരു ഭാഗത്താണ് ഇത് വന്ന് വീണത് എന്ന് അത് തകർന്നു പോവുകയായിരുന്നു. അങ്ങനെ പാകിസ്ഥാൻ കിടുങ്ങിയെന്ന്. ഇതിനോടനുബന്ധിച്ച് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, ഈജിപ്തിലെ നിന്ന് ഒരു വിമാനം, അമേരിക്കയുടെ ഒരു വിമാനം ഈജിപ്തിലെ മണ്ണുമായിട്ട് പിറ്റേ ദിവസം തന്നെ ഈ ഹിരാണ ഹിൽസിലേക്ക് പറന്നിറങ്ങുകയുണ്ടായി. അതായത് ഈ തോറിയം കൊണ്ടിരുന്നു. അതായത് ഈ ആണവ ചോർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അടയ്ക്കുന്ന സംവിധാനം, അത് അമേരിക്കയ്ക്കാണ് ആ വിമാനം ഉള്ളത്. അവര് നമ്മളോട് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്, അങ്ങോട്ടേക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. ആക്ച്വലി അത് അടിക്കുന്നതല്ലോ, പോകുന്ന വഴിക്ക് അടി കിട്ടി കഴിഞ്ഞാൽ അവന്മാര് പോകത്തില്ലേ. അപ്പൊ അവിടെ കൊണ്ട് വെക്കുന്നു. അതിനുശേഷം അത് നമ്മൾ പിറ്റേ ദിവസം വന്ന വാർത്ത എല്ലാത്തിലും ഉണ്ടായിരുന്നു, ഈ വിമാനം വന്നു. പക്ഷെ ഇതാരും സ്ഥിരീകരിക്കുന്നില്ല. ഇപ്പം ഈ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞാലല്ലേ നമുക്കത് ഉറപ്പെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അത് സ്ഥിരീകരണം അപ്പൊ ഇപ്പൊ ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് 2025 ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് ഇപ്പം ഈ കിരാണക്കുന്നിൽ അടിച്ചോ ഇല്ല എന്നുള്ളൊരു ചോദ്യം ഇനി ആവശ്യമില്ല, അടിച്ചു. അത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുമ്പോൾ കുറച്ചുകൂടെ ആലങ്കാരികമായി പൊതിഞ്ഞു കെട്ടി പറയുന്നത് മനഃപൂർവ്വമല്ല എന്ന് മാത്രമാണ് ഇദ്ദേഹം പറയുന്നത്. ഈ രണ്ടാമത്തെ കാര്യം, ഈ ട്രംപിന്റെ സോഷ്യൽ ട്രൂത്തിൽ അതും ഒരു അഭ്യൂഹത്തിനും കൂടെ അദ്ദേഹം വിരാമിട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഈ നമ്മുടെ ഈ അമേരിക്കയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞ് ഇവിടെ കുറെ പേര് കിടന്ന് തുള്ളിയായിരുന്നല്ലോ. അത് അങ്ങനെയല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് 3 മണിയായിട്ട് ഇവർ വിളിച്ചോണ്ടിരിക്കുക. രാവിലെ ഒന്നും വിളിച്ചിട്ട് ഇവർക്ക് കിട്ടിയില്ല, ഇന്ത്യയെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ ഇന്ത്യൻ സൈനിക മേധാവിയോട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല പാകിസ്ഥാനും. ആദ്യം അമേരിക്ക ഇടപെട്ടു. അപ്പോ സേനാ മേധാവി പറഞ്ഞത് 3ാമതൊരു കക്ഷിയെ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തത്തില്ല, അവർക്ക് വേണമെങ്കിൽ അവർ പറയട്ടെ വെടി നിർത്താനായിട്ട്, അപ്പൊ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. രാവിലെ അവർ ട്രൈ ചെയ്തിരുന്നു, 10 മണിക്ക് 11 മണിക്കൊക്കെ ട്രൈ ചെയ്ത് നടന്നില്ല. 3 മണിയോടുകൂടി കിട്ടുന്നു. അതിനുശേഷം സംസാരിക്കുന്നു. പിന്നീട് ഒരു ധാരണയിലെത്തുന്നു പാകിസ്ഥാൻ സൈനിക മേധാവി, ഇന്ത്യയുടെ സൈനിക മേധാവി. 5 മണിക്ക് നമുക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാം എന്നുള്ള ഒരു ചെറിയ ഒരു കരാറിലേക്ക് എത്തുന്നു. അത് ഒപ്പിടുന്ന കരാറല്ല, വക്കാൽ ഉള്ളൊരു കരാറിലേക്ക് എത്തുന്നു. ശരി, നമുക്ക് അടി നിർത്താം 5 മണിക്കെന്ന് പറയുന്നു. അപ്പോൾ 5 മണിക്കെന്ന് പറയുമ്പോൾ അതിനു മുൻപ് തന്നെ നമ്മുടെ ശ്രീമാൻ ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ ട്രൂത്തിലൂടെ പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലായി എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ചെയ്യുന്നു, ട്വീറ്റ് ചെയ്യുന്നു അദ്ദേഹം. ഇതാണ് ഭയങ്കരമായിട്ട് ഇവിടെ വലിയ ചർച്ചയായത്, അമേരിക്കയാണ് ഇടപെട്ടത് എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ക്ലിയർ ആയത്. 5 മണിക്കെന്ന് പറയുന്നു, നമുക്ക് രണ്ടുപേരും കൂടെ നമ്മുടെ പരിപാടി എല്ലാം കൂടെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്നൊരു ധാരണയിലെത്തുന്നു. ഈ വിവരം അമേരിക്കയ്ക്ക് കിട്ടുന്നു. എവിടുന്ന് കിട്ടുന്നു? ഇദ്ദേഹം പറയുന്നത് ഇന്ത്യ ഒരിക്കലും ആ വിവരം അമേരിക്കയ്ക്ക് കൈമാറില്ല. കാരണം ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല അമേരിക്ക കൈമാറുന്നത്. കാരണം നമ്മളും അടി നടന്ന ശത്രുവും രണ്ടു കൂട്ടരും തമ്മിൽ ധാരണയായി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമൻ എന്തിനെ വിളിച്ച് അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇത് സ്വാഭാവികമായി നമുക്കറിയാം പാകിസ്ഥാൻ തന്നെ ചോർത്തി കൊടുത്തതാവും. പാകിസ്ഥാൻ ഫോൺ വെച്ചോടനെ തന്നെ ട്രംപിനെ ആയിരിക്കും വിളിച്ചത്. അന്ന് അവന്മാർ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു കാണും, എല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു കാണും. അതായിരിക്കണം നടന്നിരിക്കുന്നത്. അപ്പൊ തന്നെ പൊങ്ങിയായ ട്രംപ് ഈ കിട്ടിയ അവസരം മുതലെടുത്ത്. കാരണം ആ സമയത്ത് ട്രംപിന് നമ്മുടെ നൊബേൽ സമ്മാനത്തിന്റെ ഒരു പ്രാന്ത് പിടിച്ച് നടക്കുന്ന സമയമാണ്. നൊബേൽ വേണം, കിട്ടിയേ പറ്റൂ എന്ന് നടക്കുന്ന സമയം. പെട്ടെന്ന് തന്നെ പുള്ളി പറഞ്ഞേ, ഞാൻ 2 ആണവ ആയുധങ്ങളുള്ള 2 രാജ്യങ്ങളുടെ യുദ്ധം ഞാൻ നിർത്തിയിരിക്കുന്നു. അതല്ല കഥ എന്നാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത്. അതായത് പാകിസ്ഥാൻ പറഞ്ഞു കാണും, ഫോൺ വെച്ചോടനെ അങ്ങോട്ടായിരിക്കും അടുത്ത് വിളിക്കുന്നത്, അവർ സമ്മതിച്ചിട്ടുണ്ട് അടി നിർത്താനായിട്ടെന്ന് പറഞ്ഞു കാണും. പുള്ളി ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പോയി പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും അറ്റുമൂല ഇത് കിട്ടുമ്പോൾ തന്നെ വെച്ച് വിടും, അതേപോലത്തെ സംഭവം. അപ്പൊ ഇതിലത്തെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ
ഏത് ആയുധം ഉപയോഗിച്ചാണ് അടിച്ചത് എന്നുള്ളത്. ഡ്രോൺ തകർന്നു വീണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോഴും ഇതിനകത്ത് ഒരു ക്ലാരിറ്റിയുടെ ഒരു കുറവ് ഞാൻ കാണുന്നുണ്ട്. തനിഷ്, ബ്രഹ്മോസിന്റെ അറ്റാക്ക് ആണ് ഉണ്ടായതെന്ന് പാകിസ്ഥാനിലെ അടക്കമുള്ള ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിരുന്നതാണ്. ഈ ഡ്രോൺ ആണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഇത് ഇദ്ദേഹം പറഞ്ഞത് അബദ്ധത്തിൽ ഡ്രോൺ വീണെന്നാണ് പറയുന്നത്. ഡ്രോൺ അതിന്റെ വിഷ്വൽസ് പുറത്തു വന്നിരുന്നു. ആ സമയങ്ങളിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ തകർന്നു വീണാൽ അവിടെ ഒരു ആണവ ചോർച്ച ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കുറവെന്ന് മാത്രമല്ല, അതിന്റെ വിഷ്വൽസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ ഹിരാണക്കുന്നിന് വലിയ രീതിയിലുള്ള പുകപടലങ്ങൾ ഉയരുന്നതും അതിന്റെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ അതിന്റെ സമീപത്തു നിന്ന് ഒരാൾ ഈ മൊബൈലിലാണല്ലോ ഇതെല്ലാം എടുക്കുന്നത്, മൊബൈലിൽ കൂടെ സംസാരിക്കുന്നത് കേൾക്കാം, ഷൂട്ട് ചെയ്യുമ്പോൾ അയാൾ പറയുന്നത് പിന്നെ ദൈവമേ ഇത് ഇവിടെ വീണിരിക്കുന്നു, ഇന്ത്യ അടിച്ച് നമ്മുടെ ഹിരാണ ഹിൽസിൽ നിന്ന് പറയുന്ന ഡയലോഗ് വരെ കേൾക്കാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അവൈലബിൾ ആണ് ആ വിഷ്വൽസ്. അതൊരു ചെറിയ ഒരു ഡ്രോൺ വീണാൽ അത്രയും വലിയൊരു പൊട്ടിത്തെറിയും പുകപടലങ്ങൾ വീഴുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഡ്രോണുകൾ ഉണ്ടാകാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഡ്രോൺ എന്ന് പറയുമ്പോൾ ചെറിയ സാധനമായിരിക്കില്ലല്ലോ. ഈ ആളില്ലാ വിമാനങ്ങൾക്കാണല്ലോ ഈ ഡ്രോൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇച്ചിരി വലിയ UV എന്ന് പറയുന്നൊരു വലിയ സാധനം തന്നെയാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ ഏതായാലും ഇപ്പോഴും അതിന്റെ ഒരു ക്ലാരിറ്റി വരാറുണ്ട്. ഇനി ബ്രഹ്മോസ് തന്നെയാണോ അതിന് വേറെ വല്ല മിസൈൽ കൊണ്ടാണോ അടിച്ചതെന്നുള്ളത് കൂടെ വരാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, ഇന്ത്യ അവരുടെ ആണവ കേന്ദ്രത്തിൽ അടിച്ചു. അതിപ്പോ നമ്മുടെ മുൻ സൈനിക മേധാവിയും അന്നത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തെ സൈനിക മേധാവിയുമായിരുന്ന അനിൽ ചൗഹാൻ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ പോലെ ഒരാൾ തുറന്ന് സമ്മതിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ അതിന് ഉത്തരവാദിത്തപ്പെട്ട വാക്കുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് പാകിസ്ഥാനിലും ഏറെ ചർച്ചകൾ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അവർക്കൊക്കെ ഇത് അറിയാം. നമ്മുടെ ഇവിടെ ഉള്ള ചിലർക്ക് മാത്രമേ ഉള്ളായിരുന്നു അന്നേരം നേരം വെളുക്കാതെ പോയത്. ഏതായാലും പാകിസ്ഥാൻ കാര്യങ്ങൾ അറിയാം. ഏതായാലും ഇനിയിപ്പോ ഇതിന്റെ ചർച്ചകൾ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.